ഹായ്, അപ്പം ഞാൻ ഇന്ന് എൻ്റെ 5th സെമിസ്റ്ററിലെ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ആഫ്റ്റർ എ ലോങ് സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിലോട്ട് പോകുന്നത്. ഒരു 3 month സമ്മർ വെക്കേഷനായിരുന്നു. അപ്പോൾ എനിക്കിന്ന് 4 സബ്ജക്റ്റിൻ്റെ ക്ലാസ്സസ് ഉണ്ട്. മോർണിംഗ് ഒരു 12:30 to നൈറ്റ് 9 o'clock വരെ ക്ലാസ്സസ് ഉണ്ട്. ഇവിടുത്തെ ക്ലാസ്സസ് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്, ടീച്ചേഴ്സൊക്കെ ഫ്രണ്ട്ലി ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. ഞാൻ ആക്ച്വലി മെട്രോ ത്രൂ ആണ് എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്. ഞാൻ സ്റ്റേ ചെയ്യുന്ന പ്ലേസിൽ നിന്ന് ഒരു 45 minutes ഉണ്ട് ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെത്താൻ. അതാണ് ടിക്കറ്റ് മെഷീൻ. പക്ഷേ എനിക്ക് സ്റ്റുഡൻറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റുഡൻറ്റ് കാർഡ് റീചാർജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മെട്രോ വരുന്ന ടൈമിങ് കാര്യങ്ങളൊക്കെ കാണിക്കും. 12:30 ക്ലാസ്, ബട്ട് ഇപ്പോൾ ഓൾറെഡി 12:30 ആയി. ഇനി ക്ലാസ് കയറുമ്പോൾ അറിയാം ടീച്ചർ ആക്സെപ്റ്റ് ചെയ്യുകയില്ല എന്നുള്ളത്. എനിക്ക് ഇവിടെ നിന്ന് 2 മെട്രോ കയറണം. ആദ്യത്തെ മെട്രോ ഇറങ്ങി രണ്ടാമത്തെ മെട്രോ കയറാൻ പോകും. സോ ഫൈനലി ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെത്തി. ഇതാണ് ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി. വിസ്തുല യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കുന്നത്. ആക്ച്വലി പോളണ്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് അഡ്മിഷൻ എടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് വിസ്തുല യൂണിവേഴ്സിറ്റി. ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് ഡെസ്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇൻഫോർമേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഡീൻ ഓഫീസ് ഏതൊക്കെ അവറിലാണ് വർക്കിംഗ്, ഏതൊക്കെ ഡേയ്സിലാണ് വർക്കിംഗ് എന്നുള്ള ഇൻഫോർമേഷനൊക്കെ അവരവിടെ ഫ്രണ്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ക്ലാസ്സസ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ജസ്റ്റ് വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഓഫ് ഗ്രാഫിക് ഡിസൈനാണ്. സോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടൊന്നും ഇല്ലായിരുന്നു. ടീച്ചർ പഴയ വർക്ക്സൊക്കെ നോക്കി എന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പറയുമായിരുന്നു എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ സെക്കൻഡ് ക്ലാസ്സിലോട്ട് പോയി. സെക്കൻഡ് ക്ലാസ്സും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. എൻ്റെ സെക്കൻഡ് ക്ലാസ് ബ്രാൻഡ് ക്രിയേഷൻ ആയിരുന്നു. സ്റ്റുഡൻസ് അവരുടെ ഡൗട്ടുകളൊക്കെ പോയി ഒന്ന് ക്ലാരിഫൈ ചെയ്യുകയാണ്. പിന്നെ ഈ സെമ്മിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ടീച്ചർ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. 5th സെം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തീസിസ് ചെയ്യണം. അപ്പം അതിൻ്റെ കുറച്ച് ഡിസ്കഷനിലാണ് ഇവരൊക്കെ. 2 ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ അടുത്തൊരു കബാബ് ഷോപ്പുണ്ട്. ഇവിടെയാണ് സ്ഥിരം കബാബ് കഴിക്കാൻ വരാറ്. ഇവിടുന്ന് ഒരു കബാബ് കബാബൊക്കെ കഴിച്ച് വീണ്ടും 3rd ക്ലാസ്സിലേക്ക് പോയപ്പോഴത്തേക്കും പോകുന്ന വഴിക്കൊരു പോസ്റ്റർ കണ്ടു. വായിച്ച് വന്നപ്പോൾ അത് ഞങ്ങളുടെ ഫീൽഡിലുള്ളവർക്കല്ല. ഡീൻ ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് QR ഒക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പം ഈ QR വഴി സ്കാൻ ചെയ്ത് ഓൺലൈനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്ത് ഫീസ് പേയ്മെൻറ്റിൻ്റെ കാര്യം ഇല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് കൺഫർമേഷനോ എന്ത് വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ 3rd ക്ലാസ് ആനിമേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മോഷൻ ഡിസൈനിങ് ആയിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ക്ലാസ്സിലൊന്നും ആക്ടിവിറ്റീസ് ഇല്ലായിരുന്നു. സോ എനിക്ക് പ്രത്യേകിച്ച് ഇന്നൊന്നും കാണിക്കാനില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ ഓരോ സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.